Hi, good evening. Good evening, ma'am. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ക്ലാസ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു മാം. ഓക്കെ ഓക്കെ. സോ നമ്മള് യൂണിറ്റ് 7 പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് വി ഹാവ് പ്രേയർ. ആരാ പ്രേയർ ഇന്ന്? ദീപ ഓർ ദീപ്തി റെഡി ആണോ? എന്താടാ ക്ലിയർ ആവുന്നില്ല? ഭാവന വൺസ് മോർ എന്തായിരുന്നു? ഈ 7th ലെസൺ എനിക്ക് തോന്നുന്നു അതാണ് പറയുന്നത്. ജിഷ മാം എടുക്കുന്നതല്ലേ? അയ്യോ ജിഷ മാം എടുക്കുന്നുണ്ടോ? യെസ് മാം. ജിഷ മാം എടുത്തത് കംപ്ലീറ്റ് ആക്കിയോ? ഇല്ലില്ല. ആണോ? എന്നോട് എടുത്തോളാൻ പറഞ്ഞിരുന്നു. എവിടെ വരെ എടുത്തായിരുന്നു മാം? മാം ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ് അയ്യോ കംപ്ലീറ്റ് ചെയ്തു. ആളെന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നോട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാ അതിൽ പഠിച്ചത് നിങ്ങളൊന്ന് പറയൂ. എന്തൊക്കെയാ പഠിച്ചു അതില്? ഡെവലപ്മെന്റൽ പ്രൊഫൈൽ അത് എടുത്തായിരുന്നോ? ഡെവലപ്മെന്റൽ പ്രൊഫൈൽ ആ 2 ചാപ്റ്ററാണ് എനിക്ക് എടുക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതാണ് ഇല്ല, അതെടുത്തിട്ടില്ല മാം. ഓക്കേടാ, അപ്പൊ മാമിന് ചിലപ്പോ തെറ്റിപ്പോയിട്ടുണ്ടാകാം. ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ചാപ്റ്റർ. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു ഇതിൽ നിങ്ങൾ പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? എന്താണ് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് എന്ന് പറഞ്ഞ എന്താണ്? കുട്ടികളിൽ വിവിധ തരത്തിലുള്ള വാല്യൂസ്, മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു അത്? MT രാംജിയെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നോ? അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അദ്ദേഹം എന്താണ് ഒരു വെൽ നോൺ എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്സ് ഏതായിരുന്നു? വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് കുട്ടികളിൽ എന്താണ് വാല്യൂസ് ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ അതിന് ഒരു ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, വെൽ നോൺ എഡ്യൂക്കേഷനിസ്റ്റ് ആണ് MT രാംജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫോക്കസ്, അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ്, അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ടീച്ചിങ് മെത്തേഡുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഏത് രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡിലൂടെയാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, ഓക്കെ, വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി എങ്ങനെ ഉയർത്താം, ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു വെൽ നോൺ എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നു MT രാംജി. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബുക്കിൽ അദ്ദേഹം കുട്ടികളിൽ പലതരത്തിലുള്ള വാല്യൂസ് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള സജഷൻസ് അദ്ദേഹം അതില് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സജഷൻസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു?
ഫസ്റ്റ് സജഷൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? പറയൂ, നിങ്ങൾ പഠിച്ചതല്ലേ? ഫസ്റ്റ് സജഷൻ എന്തായിരുന്നു? അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പലതരത്തിലുള്ള സ്കൂൾ പ്രോഗ്രാമുകൾ എന്താണ് സ്കൂളുകളിൽ പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ സ്കൂളുകളിൽ ഓർഗനൈസ് ചെയ്യുന്നത് വഴി കുട്ടികൾക്കിടയിൽ എന്താണ് ഈ വാല്യൂസ് മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഓക്കെ, അതേപോലെ സെക്കൻഡ് വൺ എന്തായിരുന്നു? രണ്ടാമത്തെ സജഷൻ എന്തായിരുന്നു? എന്താരും മിണ്ടാത്തെ? സെക്കൻഡ് സജഷൻ എന്തായിരുന്നു? എടുത്തതല്ലേ മിസ് ഇത്? ഓക്കെ, സെക്കൻഡ് സജഷനിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കരിക്കുലർ ആക്ടിവിറ്റീസുകളിലൂടെയും അല്ല അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകളിലൂടെയും കുട്ടികൾക്കിടയിൽ അവരുടെ സ്കില്ലും അവരുടെ ആറ്റിറ്റ്യൂഡ്സും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ രണ്ട് സജഷനാണ് അദ്ദേഹം മെയിൻ ആയിട്ട് ആ ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സജഷൻ എന്താണ്? സ്കൂൾ പ്രോഗ്രാംസുകളിലൂടെ പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ സ്കൂളുകളിൽ ഓർഗനൈസ് ചെയ്യുക വഴി കുട്ടികൾക്കിടയിൽ വാല്യൂസ് മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകളിലൂടെ കുട്ടികളുടെ സ്കില്ല് അതേപോലെ വാല്യൂസ് അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറ്റിയെടുക്കാം അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം കുറച്ച് പ്രോഗ്രാംസുകൾ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചില പ്രോഗ്രാംസുകൾ എന്താണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഫസ്റ്റ് പ്രോഗ്രാം ഏതാ? കമ്മ്യൂണിറ്റി പ്രെയർ ആണ്. ഓക്കെ, കമ്മ്യൂണിറ്റി പ്രെയർ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ എന്താണ് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുള്ള പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി അദ്ദേഹം പറയുന്നു യൂണിവേഴ്സൽ പ്രെയറുകൾ വേൾഡ് പീസിന് വേണ്ടിയുള്ള ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രെയറുകൾ തിരഞ്ഞെടുക്കാം. അതേപോലെ ഏൻഷ്യന്റ് ആയിട്ടുള്ള അതായത് പുരാതനമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പോംസോ അല്ലെങ്കിൽ എന്താണ് പ്രെയേഴ്സോ അല്ലെങ്കിൽ പാസേജുകളോ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സ്കൂളുകളിൽ ഒരു കമ്മ്യൂണിറ്റി പ്രെയർ കണ്ടക്ട് ചെയ്യുന്നത് വഴി എന്തെല്ലാം വാല്യൂസ് ആയിരിക്കാം കുട്ടികളിൽ ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്? പറയൂ. ഇങ്ങനെ സമൂഹ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കുട്ടികളിൽ വാല്യൂസ് വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണോ വാല്യൂസ് അല്ലെങ്കിൽ ഹാബിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചെടുത്താൽ അത് പിന്നീട് എന്താണ് അതൊരു റൂട്ടീൻ ആയിട്ട് മാറോ? എങ്ങനെയാണ്? നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യണം, വേണ്ടേ? ഇപ്പൊ വാല്യൂസിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണെങ്കിലും എന്താണെങ്കിലും അതൊരു റൂട്ടീൻ ആയിട്ട് മാറണമെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഡെയിലി എന്താണ് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി പ്രെയർ ആണെങ്കിലും ഡെയിലി സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്തില്ല, ആ രീതിയിലല്ല എല്ലാ ദിവസവും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ ഓർഗനൈസ് ചെയ്യേണ്ടതാണ്. സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പ്രെയർ വഴി കുട്ടികളിൽ എന്തെല്ലാം വാല്യൂസ് ആയിരിക്കാം വളർത്താനായിട്ട് കഴിയുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറയൂ, എന്തെല്ലാം ആയിരിക്കാം? എന്തെല്ലാം വാല്യൂസ് വളർത്താൻ പറ്റും? മോറൽ വാല്യൂസ് വളർത്തല്ലേ? ഓക്കെ, മോറൽ വാല്യൂസ്. ദെൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു വന്നവരാണ് അല്ലെ? അപ്പൊ നമ്മൾ ജസ്റ്റ് രാവിലെ എല്ലാ ദിവസവും നമുക്ക് പ്രെയർ ഉണ്ടായിരുന്നു അല്ലെ, അസംബ്ലീസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രെയറിന് പോയി നിൽക്കുമ്പോൾ നമുക്ക് ചില വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ചില ആറ്റിറ്റ്യൂഡ്സുകൾ അല്ലെങ്കിൽ എന്താ പറയാ ചില സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്, നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയാണത്? പേഷ്യൻസ്. വെരി ഗുഡ്. അത് കഴിയുന്നത് വരെ നമ്മളവിടെ പേഷ്യന്റോട് കൂടി എന്താണ് അവിടെ നിൽക്കണം, ക്ഷമയോടുകൂടി നിൽക്കണം, വേണ്ടേ? ഓക്കെ, അപ്പൊ പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെന്തായിരിക്കാം? വേറെന്താ? വേറൊന്നുമില്ല. ക്ഷമ പഠിക്കുന്നതിന് വേണ്ടിയാണോ സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി പ്രെയർ കണ്ടക്ട് ചെയ്യുന്നത്? ക്ഷമ മാത്രം പഠിക്കാൻ പറ്റുള്ളോ?
പ്രെയർ അവർക്ക് തന്നെത്താൻ ചൊല്ലാനുള്ള കഴിവുണ്ടാവണം. ഓക്കെ. ഒരു ഈക്വാലിറ്റി വരും. അതായത് ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കണവർക്ക് തന്നെ മുസ്ലിംസ്, ഹിന്ദുസ് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു കോമൺ പ്രയർ ചെല്ലുമ്പോൾ ഒരു ഈക്വാലിറ്റി തോന്നും. വെരി ഗുഡ്. ഒരു യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ? യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു എന്താണ്, ആ ഒരു സ്വഭാവം, ആ ഒരു പ്രത്യേകത കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാനുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? മെന്റൽ സ്ട്രെങ്ത്. മെന്റൽ സ്ട്രെങ്ത്. ഓക്കെ. പ്രേയറിലൂടെ നമുക്ക് എന്താണ്, മെന്റൽ പീസ് ലഭിക്കുന്നതാണ്. ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? മൈൻഡ് റീഫ്രഷ്. മൈൻഡ് റീഫ്രഷ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. വാല്യൂസുമായി ബന്ധപ്പെട്ട്, മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കാം പഠിക്കുന്നത്? പരസ്പര സ്നേഹം, കൈൻഡ്നെസ്, അതേപോലുള്ള ഇമോഷൻസ് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പരസ്പര സ്നേഹം, ആ ഒരു ഫീലിംഗ് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പരസ്പര സഹകരണം, എന്താണ്, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സ്നേഹത്തോടെയാണ് ഈ പ്രെയർ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ പരസ്പര സ്നേഹം കുട്ടികളിൽ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അച്ചടക്കം, ഡിസിപ്ലിൻഡ് ആയിട്ട്. ഓക്കെ. ഡിസിപ്ലിൻ എന്താണ്, ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. സ്പിരിച്വൽ ഗ്രോത്ത്. ഓക്കെ. ദെൻ മറ്റുള്ളവരോട് ഒരു എന്താണ്, വിനയം അല്ലെങ്കിൽ എംപതി, ഇതേപോലുള്ള ഇമോഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ സമൂഹ പ്രാർത്ഥന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? പറയാത്ത പോയിന്റ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റി പ്രെയറുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ്, നല്ല ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി, അതേപോലെ എൻത്യൂസിയാസ്റ്റിക് ആറ്റിറ്റ്യൂഡോട് കൂടി ആയിരിക്കണം ഇത്തരം പ്രെയറുകൾ നമ്മൾ ചൊല്ലേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രെയർ, ഇങ്ങനെ കമ്മ്യൂണിറ്റി പ്രെയർ കണ്ടക്ട് ചെയ്യുന്നത് വഴി പലതരത്തിലുള്ള മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹെൽത്ത് ആൻഡ് ക്ലെൻലിനെസ് പ്രോഗ്രാംസ്. സ്കൂളുകളിൽ ഹെൽത്ത് റിലേറ്റഡ്, വൃത്തിയുമായി ബന്ധപ്പെട്ട, നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട എന്താണ്, പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഏതൊക്കെയാണ്? അതുവഴി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ടും കഴിയുന്നതാണ്. ഏതൊക്കെയായിരിക്കാം? സ്കൂളുകളിൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസുകൾ ഏതൊക്കെ നടത്താം? പറയൂ. ഹെൽത്തുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. കേട്ടില്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളെ? ഹെൽത്തിനെ കുറിച്ച് മെയിൻ ആയിട്ട് ഒരു അവയർനെസ് ലഭിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്തെല്ലാം ടോപ്പിക്സ്, നമുക്ക് ഏതെല്ലാം ഫീൽഡുകളെ കുറിച്ച്, ഏതെല്ലാം സബ്ജക്റ്റിനെ കുറിച്ച് കുട്ടികളിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും? എന്തിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കാം അവരെ? എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്താണ്, നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ. അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിനെക്കുറിച്ച് പഠിപ്പിക്കാം. രോഗങ്ങൾ വന്നാൽ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യണം അതിനെക്കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ. ഹെൽത്ത് റിലേറ്റഡ് അല്ലേ ഇതെല്ലാം? ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ ന്യൂട്രീഷൻ ഫുഡ് ഏതൊക്കെയാണെന്ന് അവരെ പറഞ്ഞ്. വെരി ഗുഡ്, വെരി ഗുഡ് അല്ലെ? ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാം. ഏതെല്ലാം ഫുഡുകളാണ് കഴിക്കേണ്ടത്. ഓക്കെ. ഇനി ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ. പിന്നെന്താണ്, ആവശ്യത്തിന് എന്താണ് ശരീരം ഹൈഡ്രേറ്റഡ് ആക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാം. ഏത് രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് കുട്ടികൾക്ക്, എഡ്യൂക്കേഷൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ക്ലെൻലിനെസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ? അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അസുഖങ്ങൾ ഇല്ലാതിരിക്കുക, ആ ഒരു അവസ്ഥ മാത്രമല്ല, മറിച്ച് എന്താണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്തിനും കൂടി പ്രാധാന്യമുണ്ട്. നമുക്കിപ്പോ അസുഖങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ ഹെൽത്തി ആയിരിക്കോ?
ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് മറ്റു അസുഖങ്ങളൊന്നുമില്ല, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, പക്ഷെ നമ്മൾ മെന്റലി തകർന്നിരിക്കുകയാണ്, എന്തോ ഒരു സ്ട്രെസ് കാരണം മെന്റലി തകർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അയാള് ഫിസിക്കലി അയാള് ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. 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 എന്ത് വേണം? മെന്റൽ ഹെൽത്തിനും കൂടി പ്രാധാന്യമുണ്ട്. ക്ലിയർ ആണോ? ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ മാത്രമാണ് ഒരാള് എന്താണ് ഫിസിക്കലി ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഫിസിക്കലി എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ്. ഇനി മെന്റൽ ഹെൽത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യാം, എന്തെല്ലാം പ്രോഗ്രാംസുകൾ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാം, എന്തെല്ലാമായിരിക്കാം? യോഗ കൊടുത്തുകൂടെ ക്ലാസ്സുകളിൽ? വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ എന്താണ് യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ പിന്നെന്താണ് മെഡിറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? എക്സസൈസ്, ഡെയിലി ബേസിൽ എക്സസൈസ് എന്താണ് പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം മെന്റൽ ഹെൽത്ത് എന്താണ് ഓക്കെ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സ്കൂളുകളിൽ ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് ക്ലാസ്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. എന്തൊക്കെയായിരിക്കാം അത്? പേഴ്സണൽ ഹൈജീൻ. ഓക്കെ. ദെൻ വേറെ ഒന്നുമില്ല. കുട്ടികൾ എന്തൊക്കെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം? എസ്പെഷ്യലി ചെറിയ കുട്ടികളാണെങ്കിൽ ക്ലീൻലെസ് റൊട്ടീൻ. നെയിൽ ഡെയിലി എന്താണ് ട്രിം ചെയ്യാനായിട്ട് കുട്ടികളോട് പറയേണ്ടതുണ്ട് അല്ലെ. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികളെ അവെയർ ആക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഡെയിലി ബാത്ത് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, ഫുഡ് കഴിക്കുന്നതിന് മുൻപും അതിനുശേഷവും പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താണ് ഹാൻഡും മൗത്തും വാഷ് ചെയ്തിരിക്കണം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ 2 times ഡെയിലി ബ്രഷ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. ടോയ്ലറ്റിൽ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടോയ്ലറ്റ് മാനേഴ്സിനെ കുറിച്ച്, അതേപോലെ തന്നെ ടേബിൾ മാനേഴ്സ്, ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ഇനി ചെറിയ കുട്ടികളാണ് അല്ലെ. അപ്പൊ ഇവരെ ഇത്തരം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഏതെല്ലാം ആക്ടിവിറ്റീസുകളിലൂടെ? നമ്മൾ പറഞ്ഞു കുട്ടികളാണ്, ഒരു ദിവസം പറഞ്ഞാൽ അത് പെട്ടെന്ന് അവർക്ക് അത് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഡെയിലി നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് അതൊരു റൂട്ടീൻ ആയിട്ട് ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ക്ലെൻലിനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. അതിന് ഏതെല്ലാം രീതിയിൽ പഠിപ്പിക്കാം? ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തത് ഡെയിലി വെരി ഗുഡ്. ആക്ഷൻ സോങ്ങിലൂടെ എന്താണ് പഠിപ്പിക്കാൻ കഴിയുന്നതാണ്. ദെൻ എങ്ങനെ വെരി ഗുഡ്. സ്റ്റോറി അല്ലെ, സ്റ്റോറി ടെല്ലിങ്ങിലൂടെ എന്താണ് സ്റ്റോറി പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. ഇനി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വിഷ്വൽ എയ്ഡ്സിന്റെ ഹെൽപ്പോടുകൂടി ലൈക്ക് ഇപ്പൊ മീഡിയ അതേപോലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ കുട്ടികൾ എന്താണ് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. സപ്പോസ് ഒരു നെയിൽ ബൈറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ കുട്ടികൾ എന്താണ് നഖം കടിക്കില്ല അല്ലെ. അത്തരം ധാരാളം വീഡിയോസ് ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിലൂടെ എന്താണ് കുട്ടികൾ ഇതിനെക്കുറിച്ച് അവയർനെസ് അവരിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ വേറെ മെത്തേഡ് ഏതാ? ഡ്രാമ. ഓക്കെ, ഡ്രാമയിലൂടെ എന്താണ് പഠിപ്പിക്കാവുന്നതാണ്. ഓക്കെ, കാർട്ടൂണുകൾ കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പണ്ടത്തെ കളിക്കുടുക്ക ബാലരമയിലൊക്കെ ആ ഒരു അതുമായി ബന്ധപ്പെട്ട ചില എന്താണ് സ്റ്റോറികളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? ചില ബാക്ടീരിയാസിന്റെ ഒക്കെ സ്റ്റോറികള്
പിന്നെ നല്ല ശീലങ്ങളുടെ ഗുഡ് ഹാബിറ്റ്സ്, അപ്പു തൊപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ് മാം. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോറികൾ ബുക്കുകളിലൂടെ ഇപ്പൊ റീഡ് ചെയ്യാനായിട്ട് കഴിയുന്ന കുട്ടികളാണെങ്കിൽ, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബുക്സുകൾ പ്രൊവൈഡ് ചെയ്താൽ അതിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്താണ് ടീച്ചേഴ്സ് ആണ്, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സുകൾ പഠിപ്പിക്കണം. അപ്പൊ അതിന് ഏതെല്ലാം മെത്തേഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യാം, അതേപോലെ ഓക്കെ ലിൻഡ എന്താണ്? ഇതിനെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കി പിള്ളേർക്ക് കാണിച്ചു കൊടുക്കും. വെരി ഗുഡ്. പോസ്റ്റർ എന്താണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ചാർട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്ന MT രാംജി പറയുന്ന മറ്റൊരു എന്താണ് പ്രോഗ്രാം ആണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, SUPW, സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. എന്താണത്? നിങ്ങൾ പഠിച്ചതല്ലേ? എന്താണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്? SUPW എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. സൊസൈറ്റിക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി കുട്ടികളെ എന്താണ് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് SUPW. ഓക്കെ, ക്ലിയർ ആണോ? സോ ഈ ഒരു പ്രോഗ്രാംസ് എന്താണ് കുട്ടികളിൽ ഇതുമൂലം അവയർനെസ് കൊടുക്കുന്നത് വഴി പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ലെ? ഓരോ ജോലിയുടെയും മഹത്വത്തെ കുറിച്ച്, അതിന്റെ ഡിഗ്നിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്നതാണ്. പരസ്പര സഹകരണത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് ഏതൊരു ആവശ്യത്തിനും പരസ്പരം എന്താണ് സഹായിക്കണം വേണ്ടേ? അത്തരം മ്യൂച്വൽ ഹെൽപ്പിനെ കുറിച്ചൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ലഭിക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം കുട്ടികളെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. എന്താ അതിൽ പറയുന്നത്? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് എന്തായിരുന്നു? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ പറഞ്ഞത്? നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാ. ആണോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ ഇത്? എന്തായിരുന്നു സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്? ബുക്കില് പഠിച്ച കാര്യങ്ങളല്ലാതെ ടീച്ചേഴ്സ് വേറെ വേറെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ബുക്കിലുള്ളത് കൂടാണ്ട് പറഞ്ഞു കൊടുക്കണം. അതാണ്. കൂടാതെ തന്നെ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴും എന്താണ് ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോൾ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ട് കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ബുക്കിലുള്ളത് കൂടാതെ തന്നെ എന്താണ് അത്തരത്തിലുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലതരത്തിലുള്ള ഭാഷകളുണ്ട് അല്ലെ? അതിനെക്കുറിച്ചുള്ള അതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ അതിലൂടെ എന്താണ് ഈ പലതരത്തിലുള്ള ഭാഷകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള എന്താണ് ഒരു ഐഡിയ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഇന്റഗ്രേഷനെ കുറിച്ച്, അതേപോലെ യൂണിറ്റിയെ കുറിച്ച്, പലതരത്തിലുള്ള മതങ്ങളെ കുറിച്ച്, ഓക്കെ, യൂണിറ്റി ഓഫ് റിലീജിയൻ, ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഐഡിയാസ് കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ദെൻ കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? കുട്ടികളിൽ വാല്യൂസ് വളർത്തിയെടുക്കാൻ കഴിയുന്ന കൾച്ചറൽ ആയിട്ടുള്ള അതേപോലെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയായിരിക്കാം? സ്കൂളുകളിൽ എന്തൊക്കെയാണ് നടത്തുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസാ? എന്തൊക്കെ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്? എന്തൊക്കെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്? സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ. യൂത്ത് ഫെസ്റ്റിവല്, സ്കൂൾ ആനിവേഴ്സറി, അതേപോലെ സ്പോർട്സ്, പിന്നെന്തായിരുന്നു എക്സിബിഷൻസ്, ആർട്ട് എക്സിബിഷൻസ് നടത്താറുണ്ട് അല്ലേ? പിന്നെന്തായിരുന്നു മ്യൂസിക്കൽ പെർഫോമൻസ്, പിന്നെന്തൊക്കെയാണ് ഫെസ്റ്റിവൽസ്. ഓക്കെ, ദെൻ ഓരോ സ്പെഷ്യൽ ഡേയ്സിലെ അതിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാംസ്.
ഓരോ സ്പെഷ്യൽ ഡേയ്സിൽ എന്താണ് ജൂൺ 5ന്റെ പ്രത്യേകത എന്താ? ജൂൺ 5th നമ്മൾ ഏത് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഏത് ഡേ ആയിട്ട് എൻവയോൺമെന്റ് ഓക്കെ. എൻവയോൺമെന്റ് ഡേ. ഓരോ പ്രത്യേക ഡേയ്സും എന്താണ് ഒരു പ്രത്യേക ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ കൾച്ചറൽ പരമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നത് വഴി എന്താണ് കുട്ടികളിൽ ഈ ഒരു വാല്യൂസ് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്നു. ഓക്കെ. ദെൻ ആണ് ഇന്റർ ആസ് വെൽ ആസ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ. എന്താണ് ഇൻട്രാ ആൻഡ് ഇന്റർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല്? ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ ആസ് വെൽ ആസ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്താണ്? സ്കൂളുകളിൽ വെച്ച് നടത്തുന്നത്. സ്കൂളുകൾക്കിടയിൽ പലതരത്തിലുള്ള ക്ലാസ് ഏജിലുള്ള കുട്ടികളുണ്ട്, പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ? അപ്പോൾ അവർക്കിടയിൽ നടത്തുന്ന കോമ്പറ്റീഷൻസ് ഏതൊക്കെ ആയിരിക്കാം? എന്തൊക്കെ നടത്താം? നേരത്തെ പറഞ്ഞ എല്ലാം എന്താണ്? ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണെങ്കിൽ അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ്? ഇതെല്ലാം കുട്ടികൾക്കിടയിൽ ഡിഫറെന്റ് ക്ലാസ്സസ് പലതരത്തിലുള്ള പല ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നടത്തുന്ന കോമ്പറ്റീഷൻ ആണ്. അതിനെയാണ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഡ്രോയിങ് കോമ്പറ്റീഷൻ, അതേപോലെ ക്വിസ് കോമ്പറ്റീഷൻസ്, ഇതെല്ലാം എന്താണ്? ക്ലാസ്സസ് കുട്ടികൾക്കിടയിൽ നടത്തുന്ന എന്താണ് കോമ്പറ്റീഷൻസ് ആണ്. അതേപോലെ ഇന്റർ ആണെങ്കിലോ, ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ആണെങ്കിലോ പുറത്തുനിന്നുള്ള സ്കൂളുകളിൽ നിന്ന് കൂടി ചേർന്നുള്ളതാണോ? അതെന്താണ്? പല ഡിഫറെന്റ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കിടയിൽ നടക്കുന്ന കോമ്പറ്റീഷൻസ് അല്ലെ? ഇപ്പൊ ഒരു സ്കൂളില് മറ്റു സ്കൂളുകളിൽ നിന്ന് വന്നിട്ട് എന്താണ് കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. ലൈക്ക് ഇപ്പൊ ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ അത് അല്ലെങ്കിൽ എന്താണ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണെങ്കിൽ അത് പല സ്കൂളിലെ കുട്ടികൾ എന്താണ് കോമ്പറ്റീഷന് പങ്കെടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ. അപ്പൊ ഇതാണ് ഇന്റർ ആസ് വെൽ ആസ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കുട്ടികൾ പഠിക്കുന്നത്? എന്തെല്ലാം മൂല്യങ്ങളായിരിക്കും കുട്ടികൾ പഠിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം? പല സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ എന്താണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനായിട്ടുള്ള നല്ലൊരു ശീലം കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരെയും ഒരേ രീതിയിൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം കുട്ടികളിൽ വളർന്നു വരുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇത്തരം കോമ്പറ്റീഷൻസ് നടത്തുന്നത് എന്തിനാ? കുട്ടികളുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ നല്ല വാല്യൂസ് പഠിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ കോമ്പറ്റീഷൻസ് എല്ലാം, ഈ പ്രോഗ്രാംസുകളെല്ലാം സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ രാംജി ഇത്തരം പ്രോഗ്രാംസുകൾ പറഞ്ഞിരിക്കുന്നത് ആ ബുക്സിൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ ക്വാളിറ്റീസ് ബിൽഡ് ചെയ്യുന്നത്? വേറെന്തെങ്കിലും ഉണ്ടോ? Then sixth one എന്താണ്? സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്. എന്താണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്? ഒരു എന്താണ് ഒരു സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതായത് പൗരബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രോഗ്രാംസുകൾ ഉണ്ട് അല്ലെ? സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഏതൊക്കെയായിരിക്കാം അത്? ഏതൊക്കെയായിരിക്കാം? നാഷണൽ ആന്തം. ഓക്കെ. ഡെയിലി എന്താണ് സ്കൂളുകളിൽ നാഷണൽ ആന്തം ഉണ്ട്. ഓക്കെ. അതെന്താണ് നമുക്കൊരു ഒരു എന്താ പറയുന്നത്, പൗരബോധം വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ഇത് മാത്രമേ ഉള്ളോ? റെഗുലർ അസംബ്ലി. റെഗുലർ ആയിട്ട് സ്കൂളുകളിൽ അസംബ്ലി നടത്തുന്നുണ്ട്. ഓക്കെ. ദെൻ ന്യൂസ് പേപ്പർ റീഡിംഗ്. ഓക്കെ. തോട്ട് ഫോർ ദ ഡേ പറയുക. തോട്ട് ഫോർ. ഓക്കെ. പ്ലഡ്ജ്. പ്ലഡ്ജ്. ഓക്കെ. അതേപോലെ സ്കൂളുകളിൽ എന്താണ് ഇങ്ങനെ പാർലമെന്റ് നടത്താറുണ്ട്. അതേപോലെ ഇലക്ഷൻ ഒക്കെ നടത്താറില്ലേ സ്കൂളുകളിൽ? ഇപ്പൊ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറില്ല അങ്ങനെ സ്കൂൾ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ്? അതൊക്കെ എന്താണ് ഈ പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ നടത്താൻ കഴിയുന്ന പ്രോഗ്രാംസുകളാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ?
നാഷണൽ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അതൊക്കെ പോലത്തെ. ഓക്കെ നാഷണൽ ഡേയ്സ് എന്താണ് സെലിബ്രേറ്റ് ചെയ്യുക. ദെൻ പിന്നെ ഈ കുട്ടികളെ സ്റ്റഡി ടൂറിനും പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്നത് ചിലപ്പോ ഒരു കൊട്ടാരം കാണിക്കാൻ, പാലസ് സന്ദർശിക്കാനും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ എന്താണ് ടൂൾസുകൾ അല്ലേ, അത്തരത്തിലുള്ള ട്രിപ്പുകൾ കൊണ്ടുപോകുക. ഓക്കെ ക്ലബുകളൊക്കെ ഫോം ചെയ്യണം സ്കൂളുകളിൽ. സ്കൂളുകളിൽ എന്താണ് ക്ലബ്ബുകൾ ഫോം ചെയ്യുക. അതേപോലെ കുട്ടികൾ തന്നെ നടത്തുന്ന സ്റ്റോർസ് ഒക്കെ ഇല്ലേ സ്കൂളുകളിൽ, ചില സ്കൂളുകളിൽ അങ്ങനെയുണ്ട്, കുട്ടികൾ തന്നെ നടത്തുന്ന സ്റ്റോറുകൾ ഉണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലബ് ആണെങ്കിലും സ്റ്റോർ ആണെങ്കിലും ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ബിൽഡ് ചെയ്യുക, ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതിലൂടെ എന്താണ് പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലേ. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട്, കുട്ടികൾക്കിടയിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോറുകൾ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കും. പ്രോഗ്രാംസുകൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിൾ അല്ലെങ്കിൽ ക്ലബ്ബുകളൊക്കെ രൂപീകരിക്കുന്നതിലൂടെ അവർക്ക് നല്ലൊരു എന്താണ് മറ്റുള്ള എല്ലാ കുട്ടികൾക്കിടയിലും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനും അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാവരെയും എന്താണ് ഒരു ഒന്നായിട്ട് എന്താണ് കാണാനുമുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ദെൻ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ഏതൊക്കെയായിരിക്കാം? സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പൊ സ്കൂളാണെങ്കിൽ സ്കൂൾ വൈസ് ക്ലീനിങ് പ്രോഗ്രാം, പിന്നെ നമ്മൾ സൊസൈറ്റിയിലുള്ള മെയിൻ പ്ലേസ് ഒക്കെ ചിലത് NSS പോലത്തെ ഉള്ള ക്യാമ്പുകളും അങ്ങനെയൊക്കെയുള്ള വെച്ചിട്ട് ക്ലീൻ ഒക്കെ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെ അവർ പോവാനായിട്ട് ശ്രമിക്കും. വെരി ഗുഡ്. അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ നടത്താവുന്നതാണ്. ദെൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്കൂളിൽ തന്നെ നമ്മൾ മെഡിസിൻ ഗാർഡന് അതുപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡൻ അങ്ങനെയൊക്കെയുള്ള ഗാർഡൻസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കഴിയും. ആ രീതിയിൽ എന്താണ് പ്രോഗ്രാംസുകൾ നടത്താം. ദെൻ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൂടെ? ക്യാമ്പയിൻസ് നടത്താം. ദെൻ എസ്പെഷ്യലി ഇങ്ങനെ സ്ലം ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്താണ് സാക്ഷരതയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻസുകൾ നടത്താവുന്നതാണ്. അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഹെൽത്ത് റിലേറ്റഡ് ക്യാമ്പുകൾ നടത്താവുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ഒക്കെ നിൽക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ടൊക്കെ കളക്ട് ചെയ്യാം. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് കുട്ടികളിൽ പലതരത്തിലുള്ള വാല്യൂസ്, എമ്പതി എന്താണ്, കൈൻഡ്നെസ് എന്താണ്, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കൺസിഡർ ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ. പിന്നെ അതേപോലെ തന്നെ മുതിർന്നവരെ ഹെൽപ്പ് ചെയ്യുക, പ്രായമായവരെ ഹെൽപ്പ് ചെയ്യുക, പിന്നെന്താണ് ഇപ്പോൾ ഫെസ്റ്റിവൽ, ലോക്കൽ ഫെസ്റ്റിവൽ ഒക്കെ ആണെങ്കിൽ എന്താണ് സന്നദ്ധ സേവനങ്ങൾ ചെയ്യുക, അതായത് ഇപ്പോൾ ഫുഡ് എത്തിച്ചു കൊടുക്കുക, വെള്ളം എത്തിച്ചു കൊടുക്കുക, അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഇഷ്യൂസിനെതിരെയുള്ള ക്യാമ്പയിൻസ് നടത്താവുന്നതാണ്. ഏതൊക്കെയായിരിക്കാം? എന്തൊക്കെ ഇഷ്യൂസിനെതിരെ ക്യാമ്പയിൻസ് നടത്താം? എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, പിന്നെ ലഹരി വിരുദ്ധം, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അല്ലെ, പലതരത്തിലുള്ള ഡ്രഗ്സ് പോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നവരുണ്ട്. കുട്ടികൾക്കിടയിലും ഇപ്പൊ എന്താണത്
ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അത്തരം കേസസ്. അപ്പൊ അതിനെതിരെ എന്താണ് ഒരു ക്യാമ്പയിൻസ് നടത്താവുന്നതാണ്. പിന്നെന്താണ് ഡൗറി സ്ത്രീധനത്തിനെതിരെ എന്താണ് അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ, അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ നടത്താവുന്നതാണ്. രോഗങ്ങൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്താവുന്നതാണ്. പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട, അത് പരിസ്ഥിതിയിൽ വന്ന എൻവയോൺമെന്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ നടത്താവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള 7 പ്രോഗ്രാംസുകളാണ് MT രാംജിയുടെ ബുക്കിൽ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായത്. നിങ്ങൾ ഓൾറെഡി എന്താണ് പഠിച്ചതാണ് ഇതെല്ലാം. സോ മറ്റേ ചാപ്റ്റർ എന്തായിരുന്നു? ഡെവലപ്മെന്റൽ പ്രൊഫൈൽ, അങ്ങനെയായിരുന്നില്ലേ അതിന്റെ പേര്? അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മാം. TQ തന്നായിരുന്നോ മാം? ഇല്ല, തന്നിട്ടില്ല. ഓക്കെ. എന്നാ ഈ ക്ലാസ് എടുത്തെന്നാ? മൺഡേ. മൺഡേ എടുത്തു അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആക്ടിവിറ്റീസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ചെയ്യാനുണ്ടോന്ന് ചോദിച്ചാൽ ആരും പറയില്ല. എല്ലാവരും ഓരോ ആക്ടിവിറ്റീസ് ചെയ്തോളൂ. എന്താണ് ആക്ഷൻ സോങ് ആണെങ്കിലും റോൾ പ്ലേ ആണെങ്കിലും സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആൽഫ. യെസ് മാം. ചെയ്തോളൂ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തോളൂ. ഒരു മിനിറ്റ് മാം, ഞാൻ എടുക്കട്ടെ. ഓക്കെ. എല്ലാരും റെഡി ആയിക്കോളൂ കേട്ടോ. എടുത്തൊക്കെ വെച്ചോളൂ. ആരും ലെഫ്റ്റ് ചെയ്ത് പോവണ്ട. ആക്ടിവിറ്റി എന്ന് പറയുമ്പോ തന്നെ എല്ലാരും ലീവ് ചെയ്ത് പോകും. ഓക്കെ. നസീല റെഡിയാണോ? നസീല ആൽഫ. ഓക്കെ ആൽഫ. റോൾ പ്ലേ ആണ് മാം. ഓക്കെ. Subject: After effects of drinking and smoking. Place: a sunny afternoon in the park. Tom: what a beautiful day, isn't it? Ben: yeah, perfect weather for hanging out in the park. Tom: I agree. Hey Ben, I want to talk to you about something. Ben: yes, of course. What's the matter? Tom: I have noticed that you have been drinking and smoking more often lately. I am a little bit concerned about the impact it might have on your health. Ben: oh, really? I didn't realize it was that noticeable. Tom: yeah, I just want you to be mindful of your well-being. Drinking, smoking, and taking of drugs can have serious long-term effects, you know. Ben: according to me, it's just nice to unwind with drinks or have a smoke. So, no, it's not good for your health. And remember about your family. Ben: even if I am ready to stop, but my mind will not make it possible. I want to get rid of this, but I can't. Tom: I understand. Moderation is the key, and there are plenty of other ways to relax and enjoy yourself without resorting to alcohol and drugs. Ben: you are right. But how can I make it possible? Tom: I will help you. Don't worry. Exercise and meditation are examples. Ben: I should probably cut back a bit and focus on healthier activities. Tom: exactly. We can go for hikes, bike rides, or even just have a picnic in the park without the need of drinking, smoking, and drugs. Ben: that sounds like a great idea. Thank you for looking out for me. Tom: I just want to make sure you are taking of yourself
because you are my best friend. Ben, thank you, my dear. They share a smile and continue enjoying their day in the park with a new found of healthier habits. Conclusion: this role play emphasizes the importance of maintaining a healthy lifestyle and offers alternative outdoor activities as a way to relax and unwind without relying on drinking, smoking, and drugs. And we can avoid diseases too. And by exercise and meditation and eating healthy food can make us a good human. Thank you. ഓക്കെ ആൽഫ, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ ദെൻ നസീല, യെസ് മാം. എന്താ ചെയ്യാൻ പോകുന്നത്? റോൾ പ്ലേ ആണോ, ആക്ഷൻ സോങ് ആണോ, സ്റ്റോറി ടെല്ലിംഗ് ആണോ, എന്താണ്? ഒരു ആക്ഷൻ സോങ് ട്രൈ ചെയ്യാം. ഞാൻ മക്കൾക്കൊക്കെ ചെറുതിലെ ക്ലാസ്സിൽ പഠിക്കണ ഓക്കെ വേടല്ല, ഞാൻ ശ്രമിക്കാം. ഓക്കെ ചബ്ബി ചീക്സ് ഡിംപിൾ, എങ്ങനെയാണ് ഫസ്റ്റ് ലൈന്? ചബ്ബി ചീക്സ് ഡിംപിൾ ചിൻ റോസി ലിപ്സ് ടീത്ത് വിത്തിൻ ഐസ് ആർ ബ്ലാക്ക് കേളി ഹെയർ വെരി ഫെയർ ടീച്ചേഴ്സ് പെറ്റ് ഈസ് ദാറ്റ് യു? യെസ് യെസ് യെസ്. ഓക്കെ നസീല, പ്രിപ്പയർ ചെയ്യാത്ത ചില മിസ്റ്റേക്സിന്റെ കുഴപ്പമില്ല, നല്ല പെട്ടെന്ന് പറഞ്ഞോണ്ട് ചെയ്തല്ലോ. ഓക്കെ, എനിവേ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ ദെൻ രമ്യ. യെസ് മാം. ഓക്കെ, എന്ത് ചെയ്യുന്നത്? സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ. Minnie was a baby squirrel. She lived on a tree near the river. One day, Minnie was fishing in the river. Sonu, the rabbit, lived on the other side of the river. Sonu invited Minnie to his birthday party. Hearing this, Minnie became very happy, but she couldn't swim. Then how could she go for Sonu's birthday party? Suddenly, Sonu had an idea. Throw the string to me. Fix the fishing hook on the tree, said Sonu. Minnie, the squirrel, fixed the hook on the tree. Sonu tied the string on a bush on the other side. Minnie hung her umbrella on the string. Minnie sat on the umbrella and crossed the river. Minnie and Sonu enjoyed the birthday party. രമ്യ, നമ്മളിപ്പോ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ സ്റ്റോറി പറയുമ്പോൾ സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പിക്ചേഴ്സ്, പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോ ക്രോയുടെ ഒക്കെ സ്റ്റോറീസ് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഓരോ ഇമേജ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ രമ്യ, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ. Okay, ma'am. വെരി ഗുഡ്, നന്നായിട്ടുണ്ടായിരുന്നു. ഇനി വേദൻ അഫ്ര. മാം റോൾ പ്ലാൻ ചെയ്യാം. Conversation between Kartika and Surya about the uses and abuses of a mobile. Kartika: Hi Surya, how are you? Surya: അഫ്ര, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും? സൗണ്ട് അടഞ്ഞിരിക്കുന്നു, ചുമണ്ടേ. എഫേർട്ട് എടുക്കണം, കുഴപ്പമില്ല അഫ്ര, ടേക്ക് റെസ്റ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ലിൻഡ. യെസ് മാം. റോൾ പ്ലേ ചെയ്യാം മാം. ഓക്കെ. Customer and shopkeeper. Shopkeeper, welcome to our shopping mall, sir. Customer, thank you. Shopkeeper, how can I help you, sir? Customer, I want a good watch for a gift. Shopkeeper, ladies or gents, what type do you want? Customer, a lady's watch, please. Do you have any? Shopkeeper, please have a look at this showcase. You can see all kinds of ladies' watches. Customer, thank you. Please show me
the fourth ones? Shopkeeper, of course. Here it is one of the best quality watch, okay? Customer, do you have any warranty for this watch? Shopkeeper, yes sir. We give their years the warranty on this product. Customer, what is the price? Shopkeeper, 880 take only. Customer, take too much? Shopkeeper, not at all. It is the genuine Swiss watch. Customer, but I want a cheaper one. Don't you have one? Shopkeeper, why do not? Why not? Look at this side. These are Japanese. Customer, how much is the third one? Shopkeeper, all there, all these in the row have a same price, and it is 200 take each. Customer, but are not Japanese watches generally nutritious of poor quality? Shopkeeper, don't worry. These have the originally come from Japan. Customer, all right. Pack this one. Shopkeeper, okay, thank you. Thank you, ma'am. ഓക്കെ ലിൻഡ. ഓക്കെ ലിൻഡ, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ റോൾ പ്ലേ ആണെങ്കിലും സ്റ്റോറി ഒക്കെ ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില മോറൽ ഉള്ളതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൊസൈറ്റിക്ക് വേണ്ടി ഇപ്പൊ കേട്ടിരിക്കുന്നവർക്ക് എന്താണ് ചില മോറൽസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആണെങ്കിലും ഇപ്പൊ കോൺവെർസേഷൻ ആണെങ്കിലും അത്തരത്തിലുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, എനിവേ നന്നായിട്ടുണ്ടായിരുന്നു. ദെൻ ഹാരിഫ. Yes, ma'am. ഓക്കെ, റെഡിയാണോ? എന്താ ചെയ്യുന്നത്? Storytelling, ma'am. സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ. The grass, the ant and the grasshopper. A grasshopper was a merry fellow. He loved to play in the field and around the lush green trees. The sweet fragrance of flowers filled his heart with joy. He spent the bright sunny days singing and dancing. And when some of the butterflies and the bees and the swallows sat down to watch him, he would be very pleased. He loved to show off. One day he saw a little ant carrying a large corn. It seemed a heavy load for a small ant, but it continued walking. "Hello, ant," called out the grasshopper. The weather is fine and sunny. Come and play with me." The ant stopped and looked around to see who was calling. She saw the merry grasshopper looking at her and smiling. "You look very tired. Come and rest beside me. I will sing a beautiful song for you." "Thank you. Thank you, sir," replied the ant. "I am tired, but I have to help my family store the food for winter." How silly the ant is. How can someone not take a holiday, enjoy and relax in such beautiful weather? Winter is so far away, thought the grasshopper. The grasshopper waved to the ant and went back to singing and dancing. The ant meanwhile carried on with her work. Almost a month passed by. Every day the grasshopper would see the little ant carrying her load of corn to her house. Sometimes there were other ants with her, all of them walking along in a line carrying the load of food. The grasshopper laughed to see them work while he was enjoying himself. But then winter came. It was cold and the winter blow hard. The land was covered with snow. The grasshopper looked around. There were no flowers. The trees had shed their leaves, and there were no fruits on them. The butterflies and the birds could not find flowers, fruits and seeds to feed upon. Therefore, they had gone elsewhere.
The poor grasshopper was alone and sat shaking with cold. He carefree days were over. He was miserable, suffering not only from cold but also from hunger. He had not collected or stored any food as the ant. He saw the ants sitting inside the home warm and comfortable. They had lots of food, for they had worked hard all summer. The grasshopper was self-conscious for his lack of precautions for winter. Nevertheless, he thought that the ant might understand his love for music and making others feel merry during summer by his music, singing, and dancing. He wanted to knock the door at the ant's door to ask for some food and until summer. He promised to work hard and prepare himself for difficult winter days. The ant at first severely criticized and blamed him for the carefree and merry making, but finally, as a good neighbor and for the love of music, the ant helped the grasshopper with help and shelter on the promised of hard work as soon as the weather improved. Thank you, Miss. ഓക്കെ ഹാരിഫ, ചെറിയൊരു സജഷൻ പറഞ്ഞോട്ടെ. Yes, Miss. അതില്ലേടാ, ഇത്രയും ലോങ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ കേട്ടിരിക്കാനായിട്ടുള്ള പേഷ്യൻസ് കുട്ടികൾക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അവർക്ക് നല്ല ക്യൂരിയസ് ആയിട്ടുള്ള വാട്ട്സ് നെക്സ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റോറീസ് കേട്ടിരിക്കാനാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഷോർട്ട് ആണെങ്കിലും എന്താണ്, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഓക്കെ, ഇത് ഇത്തിരി ലെങ്തി ആയിപ്പോയി കേട്ടോ. നല്ല എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അത് പ്രസന്റ് ചെയ്തത്. ഓക്കെ ഹാരിഫ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. Okay, ma'am. ഓക്കെ, ദെൻ വേറെ ആരാ? രതി. മാം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ദെൻ റോമിയ. റെഡിയാണോ റോമിയ? ദെൻ ശരണ്യ. ദീപ്തി ചെയ്തായിരുന്നു. ദീപ്തി മാം എനിക്ക് തൊണ്ട വേദന എടുക്കണേ. ഓക്കേടാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. അതുവരെ ബൈ. ലീവ് ചെയ്തോട്ടെ. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. ബൈ. Thank you, ma'am.